ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വയനാടാണ് കേട്ടോ. രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വയനാട് വൈത്തിരിയിലുള്ള ഒരു റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്നിട്ടുള്ള റിസോർട്ട്. കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വന്ന പാടെ ഞങ്ങളിവിടെ ഗെയിംസ് കളിക്കുന്നിടത്തേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് ക്യാരം ബോർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു കേട്ടോ. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഡിസംബർ ടൈം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം. ഈ റൂം സെറ്റ് ചെയ്തേക്കുന്നത് താഴെയും മേലെ ആയിട്ടാണ്. മേലെ ബാൽക്കണി, സോഫ, TV അങ്ങനത്തെ ഐറ്റംസും, അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് താഴെയാണ് കേട്ടോ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ പാർക്ക്, പൂള് അങ്ങനത്തെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പാർക്കിലേക്ക് പോവാം കേട്ടോ. പാർക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതേപോലെ തന്നെ വലിയവർക്ക് ഇരിക്കാനായിട്ട് നല്ല അടിപൊളി ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ നിന്നു. അപ്പോൾ ഈ പാർക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പൂളൊക്കെ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഷട്ടിൽ കളിക്കാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളിന്ന് ഷട്ടിൽ കളിച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന ക്യാമ്പ് ഫയർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. എന്താ പറയുക, നമ്മൾ പോകുന്ന വഴി ഫുള്ളായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ വഴികളുണ്ട്. അപ്പം ഞങ്ങൾ ഫുൾ അതിൽ കൂടെ ഒക്കെ നടന്ന് കണ്ടു. പിന്നെ നേരെ വന്നത് നമ്മൾ പൂളിലേക്കാണ് കേട്ടോ. പൂള് കാണുമ്പോൾ തന്നെ ചാടാൻ തോന്നും, പക്ഷെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു. ആദ്യം കുറച്ച് സമയം അടിച്ച് നിന്നെങ്കിലും പിന്നെ സെറ്റായിട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് പൂളിൽ ഇറങ്ങാൻ ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇതിന് മുൻപ് ഞങ്ങൾ വന്നപ്പോൾ എന്താ പറയുക, വെള്ളത്തിൽ ഇറങ്ങി കയറി കഴിഞ്ഞപ്പോൾ കയ്യിലൊരു അട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഞ്ഞ സമയമായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എടുത്ത് പറയണം. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ദോശ, പൂരി, ഉപ്പുമാവ്, അവില് അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൂരിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കഴിച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമായിരുന്നു. രാവിലെ എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ ചായ കുടിക്കാനൊക്കെ നേരം വൈകി കേട്ടോ. ചായ മാത്രമല്ല, ഞാനൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഹട്ട് പോലെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു മരത്തിൻ്റെ മേലേക്ക് കയറാനാണ് കേട്ടോ വന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടാവും. അപ്പം ഞാൻ വേഗം കയറി പോയപ്പോൾ എൻ്റെ കയ്യിലൊരു പുഴുവിനെ തൊട്ടു പെട്ടെന്ന്. അപ്പോൾ എനിക്കൊരു അറപ്പായി, കാരണം ഒരു വലിയ പുഴായിരുന്നു, മരക്കഷ്ണം പോലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനതൊന്നും കാര്യമാക്കാണ്ട് നേരെ മേലേക്ക് കയറിപ്പോയി. ഇതിൻ്റെ മേലെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇവിടുത്തെ പൂളൊക്കെ കാണാൻ പറ്റും, പാർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാനൊരു മരയണ്ണാനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. വലിയൊരു മരയണ്ണ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മരയണ്ണാൻ അത്ര അടുത്തുനിന്ന് കാണുന്നത്. ഇതിനു മുൻപ് ഞങ്ങൾ ഫാമിലിയായിട്ട് മൂന്നാർ ടൂർ പോയപ്പോൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്ര വലുത് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൂളൊക്കെ കണ്ട് അതിൻ്റെ മേലെ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. കാരണം നമുക്ക് പോകാനുള്ള ടൈം അടുത്തടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമുക്ക് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് കാണാം. അപ്പോൾ ഇന്ന് ഇത്രയുള്ള എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്